എവിടെ നോക്കിട്ടാ വണ്ടി ഓടിക്കണേ? അതിന് ചേട്ടൻ്റെ വണ്ടിക്കൊന്നും പറ്റിയില്ലല്ലോ. അത് നീ ഞാനോട് തീരുമാനിക്കുമേ. വേണ്ടടാ വേണ്ട, നിന്റെ കൂട്ടുകാരനൊരു പണി കിട്ടിയപ്പോ നിനക്ക് സഹായിക്കാൻ പറ്റില്ല അല്ലേ? എനിക്കിപ്പോ അവനെ പടയ്ക്കണം. ഞാൻ നിന്റെ വീണ്ടും മുമ്പിലുണ്ട്, പുറത്തേക്കോ? എന്താ പ്രശ്നം? നീ കാര്യം പറയ്. ഡാളിയ, ഞാൻ വണ്ടി ഓടിച്ച് പതുക്കെ വരായിരുന്നു. ആരേലും വണ്ടി വളവിൽ വെക്കൂ. ഒരു തെണ്ടി ബൈക്ക് അവിടെ വെച്ചിട്ട് ഇപ്പം എടുക്കാൻ പോയേക്കണ്. കൊണ്ട് തട്ടി അവൻ കെലിച്ചു വന്ന് കീയൂരി. ഞാൻ കലിച്ച് 2 ഇടിയും കൊടുത്തു. നീ കൊടുത്തില്ലേ, പിന്നെന്താ പ്രശ്നം? നീ കേൾക്കളിയ. അവൻ തെറിച്ചു വീണു. എന്നിട്ട് നീ അവനും തല്ലിയേ? നീ കേൾക്ക്. അവരെയും തല്ലാന്ന് വെച്ചിട്ട് മുണ്ട് മടക്കി വന്നപ്പോ ബാക്കിൽ വേറെ 2 എണ്ണം. അപ്പൊ ശരിക്ക് കിട്ടിയില്ലേ? അവരെ പണിയണം. എടാ, നീ അവനെ ആദ്യം തല്ലി, പിന്നെ അവൻ നിന്നെ തല്ലി. ഒരെണ്ണം കൊടുത്തു, അതവൻ വാങ്ങിച്ചു. ഒരെണ്ണം തന്നു, നീ വാങ്ങിച്ചു. പിന്നെന്താ പ്രശ്നം? എടാ, ആദ്യം തല്ലുന്നവനാടാണ്. ആദ്യവും തല്ലി, 2ാമതും തല്ലി, 3ാമതും തല്ലി. ബൈക്കും കൊണ്ടുപോയി. തെണ്ടി, നീ വെറുതെ അവനും തല്ലി എന്റെ വണ്ടി കളഞ്ഞപ്പോ നിനക്ക് സമാധാനടാ. അപ്പൊ എനിക്ക് തല്ലി കിട്ടിയ നിന്റെ പേട്ട ഗ്ലാമർ വണ്ടിയല്ലേ? എനിക്ക് എന്റെ വണ്ടി കിട്ടണം. എടാ, ഞാനും അവനങ്ങനെ പോയി തല്ലി. എടാ, എനിക്ക് വിസ വന്നിക്കാ. എന്തായാലും കേസായി തീർന്നു. എടാ, ബൈക്ക് എടുത്തുകൊണ്ടിരുന്ന നിനക്കേ പറ്റൂ. നീ കരുതി വന്ന് നിന്നാ മതി, കേസൊന്നും ആവില്ലടാ. എനിക്കങ്ങനെ പറഞ്ഞാ മതി. ഇനിയിപ്പോ ഒറ്റ വഴിയുള്ളൂ, ജെയിംസ് ബോണ്ട്. അരിമണി ഇരുമണിക്ക് ഒക്കാൻ അപ്പത്. യെസ്, ഇവൻ തന്നെ. നിനക്ക് ഇവനെ ആരാന്നറിയോ? ഇവനൊക്കെ മുട്ടൻ ടീമടാ. ഫേസ്ബുക്കിൽ പോലത്തെ ഇവനൊക്കെ എവിടെ പോയി തപ്പി പിടിച്ച് പല വാങ്ങാടാ നീ? എടാ, നിന്റെ ക്യാമറയിൽ എടുത്ത ഫോട്ടോ ആണോ? എനിക്കും 2 ഫോട്ടോ എടുത്ത് തന്നോളൂ. FBയിൽ ഫോട്ടോ മാറ്റിയിട്ട് കുറേ നാളായി. എനിക്കും. അവന്റെ കൂട്ടിനെ കണ്ടെടുക്കാൻ എളുപ്പല്ല, വീക്ക്നെസ് പിടിക്കണം. ഇത് പറയാൻ ഇത്ര നേരം ഉണ്ടായിരുന്നേ? അച്ഛനെങ്ങനെ ഉണ്ടാവോ? എടാ, ഇതൊക്കെ അവന് കൊടുക്കണ. നീ തല്ലു കൊടുത്ത് വാങ്ങ്. ഒന്നും ഉണ്ടായിരുന്ന. എടാ, ആദ്യം ഇതൊന്ന് കൊടുത്ത് സെറ്റ് ആക്കാൻ പറ്റും നോക്കട്ടാ. ഹായ്, നല്ല വെയില്. എടാ, മഴ പെയ്യും. പഞ്ചറായ
അവിടെ ഇരിക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ. ഒരു തല്ലാൻ പറ്റില്ല, ഞാൻ തല്ലടാ, കൂടെ വന്നാൽ മതി. ഇല്ലാണ്ട് വാടാ. ശരിയില്ലേ ഏതാണ്ട് തല്ലി പൊട്ടിയ സീന. തെണ്ടി അപ്പൊ തല്ലാൻ പോകണം. അവനെ കണ്ട കയ്യിലൊന്നും കൊടുക്കാൻ തോന്നുന്നു. നീ ഇടിക്കോ? നീ അങ്ങ് ഇടിച്ചാൽ മതി. ഈ 2 പേര് വെച്ച് 6 പേര് തല്ലി വെക്കാൻ ഇത് തമിഴ് പടം ഒന്നല്ല. ഇടിപൊട്ടിയ നൈസായിട്ട് ഇന്നുണ്ട് ഓടാ. പാൻറ് ഇട്ട് വന്നാൽ മതിയായിരുന്നു. ആ തെണ്ടി കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ടുണ്ടാ. ഇടിച്ച് പൊട്ടിച്ചാലോ? മിണ്ടാണ്ട് പറയാം. രാതുലേ, ഇവൻ ചുമ്മാ കള്ളിൻ്റെ പുറത്ത് ചെയ്തതാ. നീ അത് വിട്. ഈ വണ്ടി എൻ്റെ ഇത് പിടിച്ചിട്ട് ആ വണ്ടി എടുത്താ. അവനോടൊരു സോറി പറഞ്ഞ് കുപ്പി വെച്ച് വണ്ടി എടുത്ത് പോക്കോ. സോറി. ഇവനാണ് എന്നെ തല്ലിയത്. താങ്ക്സ് കൃഷ്ണേട്ടാ. ചേട്ടാ ആ എങ്ങനെയാണ് അവിടേക്ക് ഒന്ന് എത്തിയാൽ മതി. ചൂടൊന്നും പ്രശ്നമില്ല. ഇവിടുത്തെ ചൂടൊന്നും ചേട്ടൻ അവിടെ ഒന്നും കാണില്ലല്ലോ. ആ എന്നാ ആയിക്കോട്ടെ ഏട്ടാ. ശരി ഏട്ടാ, ഞാൻ വിളിക്കാം. ചേട്ടൻ ഹലോ. എന്താ കോപ്പ ഫോൺ വിളിക്കുന്ന കണ്ടൂടെ? ചേട്ടാ ചൂടാവാൻ ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ. എനിക്ക് ചൂടാവാൻ നീ ഒന്നും പറയേണ്ട ആവശ്യമില്ല. എന്നാ ചേട്ടൻ ആ വണ്ടി വന്ന് നീക്കി വെച്ചെങ്കിൽ എനിക്ക് എൻ്റെ വണ്ടിയോടെ വയ്ക്കാറുണ്ട്. ഞാൻ അതിന് വിളിച്ചതാ. ഞാൻ എൻ്റെ വണ്ടി നീക്കൂലേ, നീ ഇവിടെ വെക്കൂലേ? ചേട്ടൻ നീക്കി വെച്ചില്ലെങ്കിൽ ഞാൻ നീക്കും. എൻ്റെ വണ്ടി അവിടെ വെക്കുകയും ചെയ്യും. ഈ തെണ്ടിന്റെ പണിയാണ് ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞത്. അവസാനം നീ എൻ്റെ അടുത്ത് തന്നെ വന്നൂല്ലേ? എടാ അന്ന് കള്ളിൻ്റെ പുറത്ത് ഒരു വേറെ മുള്ളായിരുന്നുടാ. എന്താ നീ പേടിച്ചാ നീ മാറിക്കറാ. എന്താ അടിക്കണവനെ? ബൈക്കോ അന്ന് നീ ബൈക്ക് എടുത്തിട്ട് വന്നാൽ മതി. മുണ്ടഴിഞ്ഞ് ചെടിയിടാൻ പറഞ്ഞ വളർത്തുണ്ടി. കിട്ടിയതാ. അടിച്ചു തീട്ടാക്കളവനെ. നിന്റെ അപ്പനോട് വന്ന് ഇടിക്കണവന്. നീ തടിയാ അവനെ പോയി അടിക്കണ കള്ളത്താടി ചവിട്ടറാ. പന്നി തെണ്ടി വലിക്കലോ. ചെളി എണ്ണത്തിനുടേത്. കൂട്ടറാ.
താടി കണ്ടപ്പോ തന്നെ നിനക്കിട്ടൊരു തരം വെച്ചടാ. നിനക്ക് ഞാൻ തരണം പാട്ടി. ചത്തുണ്ടാവോടാ അവര്? രണ്ടും കൂടി നമ്മളുണ്ടാക്കാവുന്നതാ. ഫ്രണ്ടിലേക്ക് എടുക്കണ എടാ എനിക്ക് ഇടിച്ച് മതിയായില്ലടാ. അടുത്തൊരാളാ മേലൊക്കെ അറിയില്ലടാ. രാവണപ്രഭുടെ ഡയലോഗ് പറയാൻ മറന്നിട്ടാ. കൃഷ്ണേട്ടാ, ഞാനിനി ഇത് ബൈക്ക് വരുന്നില്ല. എനിക്കിവിടെ പണിയുണ്ട്. നീ പോയി കിടന്ന് ഉറങ്ങിയേടി. ഇപ്പം ആദ്യമായിട്ട് വിളിച്ച അവളൊരു കോപ്പിലൊക്കെ ആദ്യം